ജനറലൈസ്ഡ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു 3 + 2q²/6q². അതായിരുന്നു പൊട്ടൻഷ്യല്. നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സിന് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. Qj = d/dt of ∂V/∂q.j minus ∂V/∂qj. ഇതാണ് ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ∂V/∂q.j യും ∂V/∂qj യും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഷമീല, ഉത്തരം കിട്ടിയോ? ഓ, സൗണ്ട് കേൾക്കണില്ലല്ലോ. മൈക്ക് ഓഫ് ആയിക്കോ, എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഷാമില, ഉത്തരം കിട്ടിയോ? ഇല്ല സർ, ഞാൻ കുറച്ച് മുന്നേ വന്നിട്ടുള്ളൂ. മൈക്ക് ഓഫ് ആയിക്കോ. യുദ്ധ് അഭിഷേക്. സാർ, ആ ഫസ്റ്റ് ടൈമില് Q∬ കൂടെ ഒരു Q കൂടി ഉണ്ടാവോ? അവിടെ ഡിനോമിനേറ്റർ 3q² അല്ലേ ഉള്ളൂ. സാർ, ലാസ്റ്റ് പേജില് നമ്മള് Q³ കോമൺ ആയിട്ട് പുറത്തെടുത്തില്ലേ, 1/3q³. എന്നോട് ഒരു ക്യൂവും കൂടെ ഉണ്ടാവും. ശരിയാ, ഇവിടെ ഒരു ക്യൂവും കൂടെ ഉണ്ടാവും. ഉത്തരം കിട്ടിയോ? ബാക്കിയൊക്കെ ഇങ്ങനെ കിട്ടി സാർ. ഓക്കെ. ബാക്കിയുള്ളവർ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്ക് കേട്ടോ. ഇതാണ് ഉത്തരം. 1/3q³ × 2q∬ - q∬² + 3. ഇതാ ഉത്തരം. ഇവിടെ നമ്മൾ 1/q³ വെളിയിലെടുക്കുമ്പോൾ ഇവിടെ ഒരു ക്യൂ വരും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്ത് കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആൻസർ ഒന്ന് എഴുതി വെക്കുക. അത് വേണ്ടി ഉത്തരം കിട്ടണ്ടോ നോക്കുക. 1/3q³ × 2q∬ - q∬² + 3. അതാ ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ലഗ്രാഞ്ചും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെ ആകെ ഒരേ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ അവർ പറയും ഇക്വേഷൻ ഓഫ് മോഷൻ ഏതിലാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് അവർ പറയും. അല്ലെങ്കിൽ ആൻസർ നോക്കുമ്പോൾ, ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്തേ. ഹംന എന്നോന്നേ, ഹംന. ഫാത്തിമ. ഓക്കെ. ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ? d/dt of ∂L/∂q.j minus ∂L/∂qj = 0. അപ്പൊ നമ്മൾ ആദ്യം ∂L/∂q.j കണ്ടുപിടിക്കണം. പറഞ്ഞേ. ∂L/∂q.j എന്ന് പറഞ്ഞാൽ ഇവിടെ ∂L/∂x. ഇവിടെ x ആണ് നമ്മുടെ വേരിയബിൾ. mx dot
കട്ട ടു ബ്രേക്ക് ആവുക, എനിക്ക് ബീറ്റ കേൾക്കാൻ പറ്റുന്നില്ല. മൈക്ക് ഓഫ് ആയിക്കോ, മൈക്ക് ഓഫ് ആയിക്കോ, എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ചെയ്യാം. അല്ല വേണ്ട. അർഷിന, ബാക്കിയുള്ളവർ ചെയ്യട്ടോ, ഉത്തരം കിട്ടുമെന്ന് നോക്ക്. അർഷിന ഫെബിൻ, സർ ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ട് പറഞ്ഞേ. ഒരു മിനിറ്റ് സാർ. എം എക്സ് ഡോട്ട് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ടാ ഡോട്ട് പ്ലസ് ബീറ്റ പ്ലസ് 2 ബീറ്റ എക്സ് എക്സ് ഡോട്ട് ഓക്കെ. ബീറ്റ എക്സ് എക്സ് ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ട് പറഞ്ഞേ. ഇതിനെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മതിയല്ലോ. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2 ബീറ്റ എക്സ് എക്സ് ഡബിൾ ഡോട്ട് കഴിഞ്ഞോ? ഇതിന്റെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം ഡി ബൈ ഡി ടി ചെയ്യുമ്പോ. വേണ്ടേ? എക്സ് 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 ഡബിൾ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് സ്ക്വയർ എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ട്. ദെൻ ഡോയൽ ബൈ ഡോ എക്സ് പറഞ്ഞേ. ഡോയൽ ബൈ ഡോ എക്സ് ഒമേഗ സ്ക്വയർ എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് മൈനസ് 4 ആൽഫ എക്സ് ക്യൂബ് ഓക്കെ. ആ ഇക്വേഷനിലേക്ക് പ്ലസ് ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ ഉണ്ടാവില്ലേ? ഉണ്ട്. പ്ലസ് ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ. ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറ. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2 ബീറ്റ എക്സ് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് പ്ലസ് 4 ആൽഫ എക്സ് ക്യൂബ് മൈനസ് ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ. ഇപ്പൊ എന്ത് കിട്ടും? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2 ബീറ്റ എക്സ് എക്സ് ഡബിൾ ഡോട്ട് 2 ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ. അപ്പം ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് പ്ലസ് 4 ആൽഫ എക്സ് ക്യൂബ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് കിട്ടിയത്. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2 ബീറ്റ എക്സ് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ബീറ്റ എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് പ്ലസ് 4 ആൽഫ എക്സ് ക്യൂബ്. ഓക്കെ, ഇങ്ങനെ ഇതാ ഉത്തരം. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ലഗ്രാഞ്ച് ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയാട്ടോ. സാർ ഒന്നുകൂടെ പറയോ? ക്ലാസ്സിലില്ലായിരുന്നു. ലഗ്രാഞ്ചിന്റെയാ? ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇത്രയേ ഉള്ളൂ. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഈക്വൽ ടു 0. അതില് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റ് ആണ്. അത് എന്ത് വേണമെങ്കിലും വരാം. എക്സ് വരാം, വൈ വരാം, ഇസഡ് വരാം, ആർ വരാം, തീറ്റ വരാം, ഫൈ വരാം, എന്ത് വേണമെങ്കിലും വരാം. അതാണ് കോർഡിനേറ്റ്. അപ്പൊ നമുക്ക് ലഗ്രാഞ്ചിയൻ തരും. എൽ ഈക്വൽ ടു ടി മൈനസ് വി. ലഗ്രാഞ്ചിയൻ തന്നിട്ടില്ലെങ്കിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. എന്നിട്ട് ലഗ്രാഞ്ചിയൻ ഉണ്ടാക്കണം. എൽ ഈക്വൽ ടു ടി മൈനസ് വി. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലഗ്രാഞ്ചിയൻ ഡയറക്റ്റ് തന്നേക്കുക. ഇവിടെ ക്യൂ ഡോട്ട് ലഗ്രാഞ്ചിയൻ തന്നേക്കുക. ഇവിടെ കോർഡിനേറ്റ് ഏതാ? അത് ലഗ്രാഞ്ചിയൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കോർഡിനേറ്റ് എക്സ് ആണ്. കോർഡിനേറ്റ് എക്സ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം. കോർഡിനേറ്റ് എക്സ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇത് കണ്ടുപിടിച്ചു, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? അപ്പൊ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുമ്പോൾ
എം ഹാഫ് ഇൻറ്റു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2x ഡോട്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ പ്ലസ് സെക്കൻഡ് ടേമില് എക്സ് ഡോട്ട് ഇല്ല, തേർഡ് ടേമിലും ഇല്ല, അപ്പൊ അതിന് ഡിഫറൻഷിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർത്ത് ടേമിലുണ്ട് പ്ലസ് 2 ബീറ്റ എക്സ് എക്സ് ഡോട്ട്. അതാണ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് കണ്ടുപിടിക്കണം. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്ത് പറ്റും? എം കോൺസ്റ്റന്റ് ആണ്, എക്സ് ഡോട്ടിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് ഡബിൾ ഡോട്ട് ആകും, പ്ലസ് 2 ബീറ്റ അത് കോൺസ്റ്റന്റ് ആണ്, വെളിയിൽ എടുത്തു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ട്. അതേപോലെ തന്നെ ഡോ എൽ ബൈ ഡോ എക്സും ചെയ്യണം. ദെൻ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരു ഐഡിയ കിട്ടിയോ? എന്നോട് ഡൗട്ട് ചോദിച്ചത്. സാർ കിട്ടി. അപ്പൊ 2 കോർഡിനേറ്റ് വന്നാലോ? 2 കോർഡിനേറ്റ് വന്നാൽ അവർ പറയും ഏതിലാണ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയും. പിന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ക്ലിയർ ആയിക്കോ. സാർ ലിങ്ക് അയച്ചില്ലല്ലോ. ഞാൻ ലിങ്ക് ഗ്രൂപ്പ് ഇട്ടേക്കാം. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. പാർട്ടിക്കിൾ ഓഫ് മാസ് m1 and m2, mass m1 and m2 connected by a light spring with spring constant k and length L are at rest on a frictionless horizontal surface. Particle of mass m1 and m2 are connected by a light spring with the spring constant k and the length L are at rest on a frictionless horizontal surface. Lift the Lagrangian of the system. If the Lagrangian of the system is defined as L equal to half m1 x1 dot square half m2 x2 dot square defined as L equal to half m1 x1 dot square plus half m2 x2 dot square minus half k x2 minus x1 minus L whole square. Then the general solution is ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു k ഇൻറ്റു m1 പ്ലസ് m2 ഡിവൈഡ് ബൈ m1 m2. ഓപ്ഷൻ എ x2 minus x1 minus L
equal to a cos h omega t plus alpha. Option B, x2 plus x1 plus L equal to a cot omega t plus alpha. C, x2 plus x1 minus L equal to a tan h omega t plus alpha. Option D, x2 minus x1 minus L equal to a cos omega t plus alpha. ഇതാണ് ചോദ്യം. ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. Particle of mass M1 and M2 connected by swing the swing constant K and a length LR at rest on a frictionless horizontal surface is a Lagrangian തന്നിട്ടുണ്ട്. സൊല്യൂഷൻ. ചെയ്തു നോക്കാം. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചാൽ മതിയാവും. അതിൽ എന്ത് ചെയ്യണം എന്നറിയോ? ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫറൻസിയേഷൻ അല്ല, അതിന്റെ ഡിഫറൻസ് എടുക്കുകയാണ്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം. അതൊന്ന് കണ്ടുപിടിച്ചേ. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x1 x2 കണ്ടുപിടിച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x1 x2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ എടുത്തിട്ട് x1 x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്യൂവിന് വരാം. ഫാത്തിമ ഷെറിൻ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x1 ഉത്തരം പറഞ്ഞു ചെയ്തിട്ട് വേഗം. mi xi ഡബിൾ ഡോട്ട് xi അല്ല x1. x1 ഡബിൾ ഡോട്ട് ഒരു മിനിറ്റ്, അതിന് മുമ്പേ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞേ d by dt of dou L by dou x1 dot minus dou L by dou general x1 form dou L by dou q dot j minus dou L by dou qj equal to dou 0. qj equal to 0. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചെയ്തപ്പോ എന്താ കിട്ടിയതിന്റെ ആദ്യത്തെ x1 എന്ത് കിട്ടി? x1 dou L by d by dt dou L by dou x1 dot ചെയ്തപ്പം m x1 ഡബിൾ ഡോട്ട് കിട്ടി. m1 x1 ഡബിൾ ഡോട്ട്. പിന്നെ ഡോ എൽ ബൈ ബൈ ഡോ എക്സ് ചെയ്തപ്പോ മൈനസ് കെ ഇൻറ്റു x2 മൈനസ് x1 മൈനസ് എൽ ഇൻറ്റു -1. അപ്പോ m1 x1 ഡബിൾ ഡോട്ട് പ്ലസ് അല്ല മൈനസ് കെ ഇൻറ്റു x2 മൈനസ് x1 മൈനസ് എൽ. മേളിലാണോ? മൈനസ് അതെ.
ഓക്കെ, എന്നിട്ട് x2 കൂടെ ചെയ്തിട്ട് പറഞ്ഞേക്കാം. x2 x2 അതുപോലെ തന്നെ വരാം. ഇവിടെ പ്ലസ് ആയിരിക്കും. m2 x2 ഡബിൾ ഡോട്ട് പ്ലസ് kx ഈക്വൽ ടു 0. ഒരു മിനിറ്റ്, ഇതിൽ നിന്ന് x1 ഡബിൾ ഡോട്ട് എഴുതുമ്പോ എങ്ങനെ കിട്ടും? x1 ഡബിൾ ഡോട്ട് ഈക്വൽ ടു k/2 m1 x2 മൈനസ് x1 മൈനസ് n. സർ അതല്ല, ഹാഫിന്റെ k x2 മൈനസ് x1 മൈനസ് l അല്ലേ ക്വസ്റ്റ്യനില് ലാസ്റ്റ്? അവിടെ ഹാഫ് ഉണ്ടോ? ഇവിടെ ഹാഫ് ഉണ്ടല്ലേ, അപ്പം 2 ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. ഓക്കെ, x1 ഡബിൾ ഡോട്ട് ഈക്വൽ ടു k/m1 x2 മൈനസ് x1 മൈനസ് l കിട്ടും. അപ്പൊ x2 ഡബിൾ ഡോട്ട് എന്ത് കിട്ടും? x2 മൈനസ് k/m മൈനസ് k/m into x2 മൈനസ് x1 മൈനസ് l വരും. ഇവിടം വരെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഫാത്തിമ, ഇവിടം വരെ കിട്ടാത്ത ഉനൈസ്? ഹലോ, ഇവിടം വരെ എത്തിയായിരുന്നോ? ഇവിടം വരെ എത്തിയില്ല? കിട്ടി. ഓക്കെ ഓക്കെ, ഒന്നാമത്തെ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ചെയ്തോ. രണ്ടാമത്തെ ചെയ്തിട്ട് ഉനൈസ് ഒന്ന് പറയട്ടോ, അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ബാക്കിയൊന്നുമില്ല, ബാക്കിയുള്ളൊരു ചെയ്തോ. x1 ഡബിൾ ഡോട്ട് മൈനസ് x2 ഡബിൾ ഡോട്ട് വരും. അല്ല, x1 ഡബിൾ ഡോട്ട് മൈനസ് x2 ഡബിൾ ഡോട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് x1 മൈനസ് x2ന് u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇതിന്റെ അകത്തൊരു u വരും. x1 മൈനസ് x2ന് u എന്ന് കൊടുക്കണം. അപ്പം x1 ഡബിൾ ഡോട്ട് മൈനസ് x2 ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് u ഡബിൾ ഡോട്ട് ആകും. അപ്പൊ നിങ്ങൾക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാല്, u ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ u. ഒമേഗ എന്താന്ന് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒമേഗ, k ഇൻറ്റു m1 പ്ലസ് m2 ഡിവൈഡ് ബൈ m1 m2. ഇത്രയും ചെയ്ത് കഴിഞ്ഞവര് അത് ചെയ്തോ. അപ്പം x1 മൈനസ് x2ന് u സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ u ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ u ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവും. ഉനൈസ്, മറ്റേത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഈ x1 ഇനി ആരെങ്കിലും ചെയ്ത് കിട്ടാത്തതുണ്ടോ? x1 ഡബിൾ ഡോട്ടും x2 ഡബിൾ ഡോട്ടും? x2 ഡബിൾ ഡോട്ട് മൈനസ് x1 ഡബിൾ ഡോട്ട് ഈക്വൽ ടു u x2 ഡബിൾ ഡോട്ട് മൈനസ് x1 ഡബിൾ ഡോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? k/m1 x2 മൈനസ് x1 മൈനസ് l പ്ലസ് k/m2 x2 മൈനസ് x1 മൈനസ് l. x2 മൈനസ് x1 മൈനസ് എല്ലിനെ ഞാൻ കോമൺ പുറത്തെടുത്താൽ കെയിനെയും കോമൺ ആയിട്ട് പുറത്തെടുത്തു. 1/m1 പ്ലസ് 1/m2. അതെന്ത് കിട്ടും? m1 പ്ലസ് m2
ഡിവൈഡ് ബൈ m1 m2. ഇതിന്റെ കൂടെ k ഉണ്ട്, x2 മൈനസ് x1 മൈനസ് l ഉണ്ട്. ഇതിനെയാണ് അവര് ഒമേഗ സ്ക്വയർ എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്, ഒമേഗ സ്ക്വയർ. ദെൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. x2 മൈനസ് x1 എന്നത് u ആണെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. x2 minus x1 equal to u. Then x2 double dot minus x1 double dot എന്ത് കിട്ടും? ഇല്ല, x2 dot minus x1 dot ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് എടുത്താൽ u dot കിട്ടും. x2 double dot minus x1 double dot ചെയ്താൽ u double dot കിട്ടും. Then u dot uവും u double dot നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u double dot equal to u minus l omega square. x2 മൈനസ് x1 മൈനസ് എല്ലിനെ ആട്ടോ ഞാൻ u എന്ന് എടുക്കുന്നത്. അപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ എൽ അങ്ങ് പോകും. ദെൻ u ഡബിൾ ഡോട്ട് ഈക്വൽ ടു u ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. u double dot minus u omega square equal to 0. d square minus omega square equal to 0. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്. d square equal to plus or minus omega. Then solution എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത്? ഇവിടെ എന്തെങ്കിലും മൈനസിന്റെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. x2 ഒരു മൈനസ് അല്ലേ? x2 minus x1 x2 ഡബിൾ ഡോട്ട് മൈനസ് x1 ഡബിൾ ഡോട്ട് അല്ലേ എടുത്തത്. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് k ബൈ ഇത് ഞാൻ തിരിച്ചാണല്ലോ ഇട്ടെടുക്കുന്നത്. നമുക്ക് x2 ഡബിൾ ഡോട്ടും x1 ഡബിൾ ഡോട്ടും ഉണ്ട്. അതിനെ ഞാൻ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് k ബൈ m1 m2 x2 മൈനസ് x1 മൈനസ് l മൈനസ് k ബൈ m1 x2 മൈനസ് x1 മൈനസ് l. ഇതില് k ബൈ ഞാൻ മൈനസ് x2 മൈനസ് x1 മൈനസ് l മൈനസ് ഓഫ് x2 മൈനസ് x1 മൈനസ് l അതിനെ ഞാൻ പുറത്തെടുത്തു. k ബൈ m2 പ്ലസ് k ബൈ m1. ഈ ടേം ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് ഓഫ് x2 മൈനസ് x1 മൈനസ് l ഒമേഗ സ്ക്വയർ. ദെൻ നമുക്ക് ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ വരും, ഇത് പ്ലസ് ആകും. പ്ലസ് ഓർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ. അതിന്റെ സൊല്യൂഷൻ എന്താ? y ഈക്വൽ ടു c1 കോസ് ഒമേഗ എക്സ് പ്ലസ് c2 സൈൻ ഒമേഗ എക്സ്. ബൗണ്ടറി കണ്ടീഷൻ ഇതിന് തന്നിട്ടുണ്ടോ? ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോറി അല്ല ഒരു മിനിറ്റ്. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ എടുത്തേ. അപ്പൊ നമുക്ക് u ഈക്വൽ ടു c1 കോസ് ഒമേഗ എക്സ് പ്ലസ് c2 സൈൻ ഒമേഗ എക്സ് എന്നുണ്ട്. ഇവിടെ
നമ്മുടെ യു ആണ് കണ്ടുപിടിക്കേണ്ടത്, വൈ അല്ല. ഞാൻ വൈ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോമിൽ പറഞ്ഞേ ഉള്ളൂ. വൈ ഈക്വൽ ടു, ഇവിടെ യു അല്ലേ നമ്മുടെ, യു ഈക്വൽ ടു C1 കോസ് ഒമേഗ എക്സ് പ്ലസ് C2 സൈൻ ഒമേഗ എക്സ് എന്ന് കിട്ടും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പറഞ്ഞതാ. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ്, y ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ y ഈക്വൽ ടു 0. ആ ഫോമിലല്ലേ ഇവിടെ വന്നേക്കുന്നത്. വൈക്ക് പകരം യു വന്നേ ഉള്ളൂ. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഡി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതും. ഈ ഡി സ്ക്വയർ ഒക്കെ എങ്ങനെയാ വന്നത്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ വീഡിയോ ഉണ്ട്, ആർക്കെങ്കിലും ഇപ്പോഴും മനസ്സിലാകാത്തുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ. ഇതിന്റെ സൊല്യൂഷൻ ആണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത്. y ഈക്വൽ ടു C1 കോസ് ഒമേഗ എക്സ് പ്ലസ് C2 സൈൻ ഒമേഗ എക്സ്. ഇവിടെ വൈക്ക് പകരം യു ആണ്, ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രേ ഉള്ളൂ. Then u equal to C1 cos omega x plus C2 sin omega x. ഇനി ബൗണ്ടറി കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അറ്റ് ആദ്യം റെസ്റ്റിലാന്ന് തന്നിട്ടുണ്ട്. ആദ്യം ബോഡി റെസ്റ്റിലിരിക്കാൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 0യിൽ ഉണ്ട്. ഞാൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x2 മൈനസ് x1 മൈനസ് എൽ ഈക്വൽ ടു C1 കോസ് ഒമേഗ എക്സ് പ്ലസ് C2 സൈൻ ഒമേഗ എക്സ്. അങ്ങനെ കിട്ടും. അതിൽ നിന്ന് നമ്മുടെ ഉത്തരം ആവണം. ഉത്തരം ഈ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ഒമേഗ ടി ആണോ? ഒമേഗ ടി ആണോ? ഓ ഇല്ല. ഒരു മിനിറ്റ്, ഈ സ്റ്റെപ്പ് വന്നേ. ഈ സ്റ്റെപ്പിലെ y ഡബിൾ ഡാഷ് പ്ലസ് y സ്ക്വയർ ഒമേഗ ഈക്വൽ ടു 0, എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഒക്കെ എഴുതി. അതൊക്കെ കറക്റ്റാ. ഈ ഇവിടെ ഡി എന്താ? dy ബൈ ഡി എക്സ് ആണ്. നമ്മുടെ യു ഡബിൾ ഡോട്ട് എന്താ? du ബൈ ഡി ടി ആണ്. ആ എക്സും ടിയും മാറിപ്പോയി. അപ്പൊ നമുക്ക് സൊല്യൂഷൻ യു ഈക്വൽ ടു C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി എന്നാ കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അവിടെ ഡി എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ഡൗട്ട് ഉണ്ടോ അതാർക്കെങ്കിലും? ഇനി ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ യു ഡോട്ട് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ആണ്. ഡി ബൈ ഡി ടി ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ യു ഈക്വൽ ടു C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇവിടെയൊക്കെ ടി ആണേ. ദെൻ ബൗണ്ടറി കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. അറ്റ് ആദ്യം സ്പ്രിങ്
ആദ്യം സ്പ്രിങ് റെസ്റ്റിലാന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ട്ടോ ആ ഫിഗർ. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു സ്പ്രിങ് കിടക്കുന്നു. അവിടെ മാസ് m1 ഉം m2 ഉം സെപ്പറേറ്റഡ് ബൈ L. അതിൽ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിന്റെ പൊസിഷൻ ആണ്, ഫസ്റ്റ് m1ന്റെ പൊസിഷൻ. x2 എന്ന് പറയുന്നത് m2ന്റെ പൊസിഷൻ ആണ്. ഇനിഷ്യലി ഇത് റെസ്റ്റിലാണ്. ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആവുമ്പോഴേ x2 മൈനസ് x1 എടുത്താല് L എന്ന് കിട്ടും, ഒറിജിനൽ ലെങ്ത്. അപ്പം അറ്റ് t ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ L വരും. L മൈനസ് L ഈക്വൽ ടു കോസ് ഒമേഗ ടി. കോസ് 0 1 വരും. C1 പ്ലസ് 0 എന്ന് കിട്ടും. വീണ്ടും തെറ്റിയോ? ഇങ്ങനെ കിട്ടും. Then C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. Then നമ്മുടെ സൊല്യൂഷൻ എന്ത് കിട്ടും? x2 മൈനസ് x1 മൈനസ് L ഈക്വൽ ടു C2 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ഇതിലില്ല. ഏതില്? ഓപ്ഷൻസിലില്ല അങ്ങനെ ഒരു ഉത്തരം. ബട്ട് ഈ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ളത്, പ്ലസ് ആൽഫ എന്നുള്ളത്, ഈ ആൽഫ π/2 ആണെങ്കിൽ ഇതിന്റെ ഉത്തരം എ സൈൻ ഒമേഗ ടി അല്ലേ? നിങ്ങൾക്ക് ഉത്തരത്തിൽ എ സൈൻ ഒമേഗ ടി ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. വേറെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 മൈനസ് x1 മൈനസ് L ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് π/2 ആവുന്ന കേസിൽ നമ്മുടെ ഉത്തരം കറക്റ്റ് ആണ്. എന്തായാലും ആദ്യത്തെ 3 വരില്ല. പിന്നെ കോസും സൈനും ഒരു പാത്ത് ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോർത്ത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഈ ചോദ്യം ഒന്നുകൂടെ പറയണോ? ഈ ചോദ്യം ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുമോ? ഞാൻ വേണേ ഒന്നുകൂടെ പറയാം. എല്ലാവർക്കും മനസ്സിലായി? സർ ഒരു സജഷൻ. ഇപ്പോ നമ്മള് സൊല്യൂഷൻ e⁻ ടേംസിൽ എടുക്കാന്ന് വിചാരിക്കും. e⁻α x ഇൻറ്റു C1 e⁻I ബീറ്റ x ആ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മള് C1 cos bx ബീറ്റ x പ്ലസ് C2 sin ബീറ്റ x അതല്ലേ ഇപ്പൊ എടുത്തത്? എവിടെ? അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? C1 e⁻I ഒമേഗ t പ്ലസ് C2 e⁻ മൈനസ് I ഒമേഗ t. പക്ഷെ അത് സംശയം ചോദിച്ചതാണ്. അല്ല, അത് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഹൈപ്പർബോളിക്കാ വന്നേക്കുന്നത്. e⁻I ഒമേഗ t വരില്ലല്ലോ. ഉത്തരം ഇത് തന്നെയാ. അവർ ആൻസർ തന്നേക്കുന്നത് ഇങ്ങനെ തന്നെയാ. ഈ ആൽഫ എന്ന് പറഞ്ഞ അവർ തന്നേക്കുന്നത് കൊണ്ടാണ് എ സൈൻ ഒമേഗ ടി വന്നാലും നമുക്ക് ഈ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ആൽഫ എന്ന് പറയുന്ന ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടെന്നാണ്. സൈനും കോസും തമ്മിൽ ഒരു പാത്ത് ഡിഫറൻസ് π/2 അല്ലേ ഉള്ളത്. ആ ഉത്തരം എടുക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ ആർക്കെങ്കിലും? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലത്തെ ഒക്കെ ചോദ്യമായിരിക്കും നമുക്ക് വരിക. ഒരു ലഗ്രാഞ്ചും തന്നു.
ലഗ്രാഞ്ചും തന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? x1ലും x2ലും ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചു. അവരിങ്ങനെ x2 മൈനസ് x1 എന്നൊക്കെ തന്നേക്കുന്നത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കണം അവര് x1ലും x2ലും ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്തേക്കുന്നതാണെന്ന് വിചാരിക്കണം. x1ൽ കണ്ടുപിടിച്ചു, x2ൽ കണ്ടുപിടിച്ചു, അതിന്റെ ഡിഫറൻസ് എടുത്തു. അത് ചെയ്യാൻ വേണ്ടി x2 മൈനസ് x1 മൈനസ് എല്ലിനെ ഞാൻ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്കൊരു ഉത്തരം കിട്ടും. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്തു, അതിന്റെ സൊല്യൂഷൻ കിട്ടും. അതിന്റെ സൊല്യൂഷനിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും. C2 സൈൻ ഒമേഗ ടി എന്ന് ഉത്തരം കിട്ടും. ആ ഓപ്ഷനില് C2 സൈൻ ഒമേഗ ടി എന്ന് തന്നിട്ടില്ല. ബട്ട് വേറെ ഒരെണ്ണം തന്നിട്ടുണ്ട്, എ കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ്. സൈനും കോസും തമ്മിൽ ഒരു പാത്ത് ഡിഫറൻസേ ഉള്ളൂ. ആൽഫ ഈക്വൽ ടു π/2 ആകുമ്പോൾ നമ്മുടെ കോസ് എന്ന് പറയുന്നത് സൈൻ ആകും. കോസ് π/2 പ്ലസ് സം ആംഗിൾ ഈക്വൽ ടു സൈൻ ആ ആംഗിൾ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിലിനി? അർഷിന സർ മനസ്സിലായോ മനസ്സിലായി. എന്താ സംഭവിച്ചതെന്ന്? ആ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. വീഡിയോ കണ്ടിട്ട് ബാക്കിയും കൂടി. ഇപ്പൊ മനസ്സിലായിട്ടില്ല? അപ്പൊ ഇത് മനസ്സിലായി, ഈ പ്രോബ്ലം മനസ്സിലായി. ഓക്കെ ഓക്കെ. എന്തായാലും ലഗ്രാഞ്ചിന്റെ 1-2 പ്രോബ്ലം കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. എ ബീഡ് സ്ലൈഡിംഗ് on a frictionless wire in the shape of cycloid the Lagrangian of the system is the Lagrangian of this system is given by L equal to m a square into 1 minus cos theta theta dot square minus mga 1 plus cos theta. Find the equation of motion. ചെയ്തോ? അബ്ദുൽ ബാസിത്ത് എന്ന് പറഞ്ഞേ. അബ്ദുൽ ബാസിത്ത് കഴിഞ്ഞ പ്രോബ്ലം മനസ്സിലായിരുന്നോ? ബാക്കിയുള്ളവർ ചെയ്യട്ടോ, ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. മനസ്സിലായി. എന്നാ ഈ പ്രോബ്ലം ചെയ്യാം. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ പറഞ്ഞേ. d/dt of dou L by dou Q dot minus dou L by dou Q is equal to 0. ഓക്കെ. ഡോയൽ ബൈ ഇവിടെ കോർഡിനേറ്റ് ഏതാ? ജനറലൈസ് തീറ്റയാണ് വരുന്നത്. ആ
ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റ. അപ്പൊ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ത് വരും? MA square ആ into 1 minus cos theta ആ into 2 theta dot. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ത് കിട്ടും? MA square into 1 minus cos theta into 2 ആ into plus 2 2 എം എ theta സ്ക്വയർ into ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട് ഇല്ലേ? theta double dot. കഴിഞ്ഞോ? ഇല്ല, plus ആ MA square into 1 minus cos theta ആ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. 2 theta into sin theta ഡി ബൈ ഡി ടി ഓഫ് 1 മൈനസ് കോസ് തീറ്റ എന്ത് വരും? sin theta ആ 0 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് തീറ്റ കൂടെ ചെയ്യണം. തീറ്റ ഡോട്ടും കൂടി വരും. വരില്ലേ? നമ്മള് മതിയുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ത് വരും? 1. കാരണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വേറൊരു വേരിയബിൾ ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിനെ ഡിഫറൻഷിയേറ്റ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇങ്ങനെയാണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് 1 വരും ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എക്സ് ഡോട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ തീറ്റ ഡോട്ട് എങ്ങനെ വന്നു എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ടി വെച്ചാണ്. സെയിം വേരിയബിൾ തന്നെയായിരുന്നെങ്കിൽ സൈൻ തീറ്റ വെച്ച് നമുക്ക് നിർത്താമായിരുന്നു. ഇവിടെ ടി എന്ന് പറയുന്ന വേറെ വേരിയബിൾ ആയതുകൊണ്ട് ഇൻറ്റു തീറ്റ ഡോട്ടും കൂടി ചെയ്യണം. ഡി തീറ്റ ബൈ ഡി ടിയും കൂടെ ചെയ്യണം. ഓക്കെ, ബാസ്റ്റ് അവിടെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല, കറക്റ്റ് ആണ്. അപ്പൊ ഇനി അടുത്തത് ഡോ എൽ ബൈ ഡോ തീറ്റ പറ. Dou L by dou theta is equal to MA square into theta dot square sin theta minus MGA into minus sin theta. ഞാൻ അവിടെ പ്ലസ് ആക്കി എഴുതിയേ. ഓക്കെ, എന്നിട്ട് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ പറഞ്ഞേ. ടോട്ടൽ എഴുതിയാ പോരെ? 2ma square into cos theta dot ഇങ്ങനെയാണ് അവസ്ഥ കിട്ടിയേ. ചെയ്തിട്ട് പറഞ്ഞേ, എനിക്ക് എന്റെ തെറ്റിയൊന്നും അറിയില്ല.
വാസ്തവ ഇങ്ങനെയാണ് കിട്ടിയേ? ആ ആണോ? ഓക്കെ, അടുത്ത ടോപ്പിക്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ രീതിയില്? സാറേ ഒരു സംശയം. ആ ഡോയൽ ബൈ ഡോ തീറ്റ ചെയ്തപ്പോ ഫസ്റ്റ് ടൈമിനകത്ത് തീറ്റ ഡോട്ട് സ്ക്വയർ ഇല്ലേ? ഡോയൽ ബൈ ഡോ തീറ്റ. ഉണ്ട്. തീറ്റ ഡോട്ട് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം പോവല്ലേ? ഇങ്ങനെയാണോ ഫൈനൽ ആൻസർ കിട്ടുക? അഭിഷേകല്ലേ എനിക്കിപ്പോ പറഞ്ഞത്? ആ സാർ അങ്ങനെ കിട്ടിയത്. ഓക്കെ. റൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റൈസ് താമസിച്ചല്ലേ വന്നേ? അല്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റ്. ജനറലൈസ്ഡ് മൊമെന്റം. നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇല്ലേ? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ജെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. ഈ ടേം ആണ് ജനറലൈസ്ഡ് മൊമെന്റം. P equal to dou L by dou Q dot J. The second d by dt of dou L by dou Q dot J. ആ dou L by dou Q dot J ആണ് ജനറലൈസ്ഡ് മൊമെന്റം. ഈ P എടുത്ത് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. d by dt of P മൈനസ് dou L by dou Q J equal to 0 എന്ന് കിട്ടും. d by dt of P എന്ന് പറഞ്ഞാൽ P ഡോട്ട് അല്ലേ? P ഡോട്ട് ഈക്വൽ ടു dou L by dou Q J എന്ന് കിട്ടും. ഇതും കൂടെ ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചോ. P ഡോട്ട് എന്ന് പറയുന്നത് dou L by dou Q J ആണ്. ഇനി സൈക്ലിക് കോർഡിനേറ്റ്. Let L is a function of Q1, Q2, Q1 dot, Q2 dot, Q3 dot. Then ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് 3 എണ്ണം ഉണ്ട്. Q1, Q2, Q3. ബട്ട് നമ്മുടെ ലഗ്രാഞ്ചിയനിൽ Q3 ആബ്സെന്റ് ആണ്. ബട്ട് Q3 ഡോട്ട് ഉണ്ട്. Then Q3 is said to be cyclic.
ഈ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാലേ അതിന്റെ കറസ്പോണ്ടിങ് മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. Corresponding momentum is conserved. ഇത്രയേ ഉള്ളൂ. ഒരു ലഗ്രാഞ്ചിനിൽ നമുക്ക് Q1, Q2, Q1 ഡോട്ട് Q2 ഡോട്ട് Q3 ഡോട്ട് T ഉണ്ട്. ഇവിടെ വെലോസിറ്റി ടേം ഉണ്ട് Q3യുടെ, ബട്ട് പൊസിഷൻ ടേം ഇല്ല. ദെൻ ആ കോർഡിനേറ്റ് ആണ് സൈക്ലിക് കോർഡിനേറ്റ്. സൈക്ലിക് കോർഡിനേറ്റിന്റെ കറസ്പോണ്ടിങ് മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇവിടെ PQ3 is conserved. നമ്മുടെ ഓക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ സിമ്പിൾ പെൻഡുലം ഒരു റൊട്ടേറ്റിംഗ് മോഷൻ എടുക്കുക. എർത്തിന്റെ റൊട്ടേഷൻ എടുക്കാം. സണ്ണ്, എർത്ത്, ഇത് സർക്കുലർ ഓർബിറ്റ് ആണ് കൺസിഡർ ചെയ്യട്ടോ. ഇവിടെ കൈനറ്റിക് എനർജി എന്ത് വരും? E=12m. അയ്യോ, സൺ എടുക്കാൻ പറ്റില്ല. അല്ല, എടുക്കാം. E=12m r² θ ഡോട്ട് സ്ക്വയർ V -G/mm/r. ഇതൊരു എലിപ്സ് ആണെങ്കിലേ ഇതിന്റെ കൂടെ r ഡോട്ട് സ്ക്വയർ കൂടി വരും. സർക്കിൾ ആണെങ്കിൽ r എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി പോകും. ഇതൊരു എലിപ്സ് ആണെങ്കിൽ ഒന്നുകൂടെ പറയാം, അല്ലെങ്കിൽ വേറെ ഏതൊരു ഉദാഹരണം പറയുക എങ്ങനെയാ? നിങ്ങളൊരു ലഗ്രാഞ്ച്, വേറെ ഒന്നും എടുക്കണ്ട, ഒരു ലഗ്രാഞ്ച് ഞാൻ തരികയാണ്. ½ m × r ഡോട്ട് സ്ക്വയർ പ്ലസ് r² θ ഡോട്ട് സ്ക്വയർ മൈനസ് V(r). ഇവിടെ നമ്മുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? ആറും തീറ്റയും. ഇവിടെ r ഡോട്ട് ഉണ്ട്, വെലോസിറ്റി ടൈം ഉണ്ട്, തീറ്റ ഡോട്ടും ഉണ്ട്, ബട്ട് തീറ്റ ആബ്സെന്റ് ആണ്. നമ്മുടെ ലഗ്രാഞ്ചിനിൽ കോർഡിനേറ്റ് ആബ്സെന്റ് ആണ്, തീറ്റ ആബ്സെന്റ് ആണ്. ദെൻ കറസ്പോണ്ടിങ് മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇവിടെ തീറ്റയാണ് സൈക്ലിക് കോർഡിനേറ്റ്. മൊമെന്റം corresponding to cyclic coordinate is conserved. സൈക്ലിക് കോർഡിനേറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ലഗ്രാഞ്ചിനിൽ വെലോസിറ്റി ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ആ കോർഡിനേറ്റിന്റെ കറസ്പോണ്ടിങ് സൈക്ലിക് കോർഡിനേറ്റിന്റെ വെലോസിറ്റി ഡിപ്പെൻഡൻസ് ഉണ്ടാകും, ബട്ട് പൊസിഷൻ ഡിപ്പെൻഡൻസ് ഉണ്ടാകില്ല. Q ഡോട്ട് ഉണ്ടാകും, Q ഉണ്ടാകില്ല. അതാണ് സൈക്ലിക് കോർഡിനേറ്റ്. സൈക്ലിക് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലഗ്രാഞ്ച് മൊമെന്റം കൺസേർവ്ഡ് ആണ്.
7:49 അല്ലേ. ഇനി ഒരു ടോപ്പിക് കൂടെ പറയാം. ഈ കൺസർവേഷന്റെ പ്രോബ്ലം ചെയ്യിപ്പിക്കാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ ഐഡിയ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, എന്നിട്ട് ചെയ്യിപ്പിക്കാം. ഇനി നമ്മൾ പറയാ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് ആണ്. നിങ്ങൾ ആ സൈക്ലിക് കൺസർവ്ഡ് ക്വാണ്ടിറ്റിയുടെ മൊമെന്റത്തിന്റെ അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. സൈക്ലിക് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം കൺസർവ്ഡ് ആണ്. സൈക്ലിക് കോർഡിനേറ്റ് എന്താ? നമ്മുടെ ലഗ്രാഞ്ചിനിൽ വെലോസിറ്റി ഡിപ്പെൻഡൻസ് ഉണ്ടാകും, ബട്ട് പൊസിഷൻ ഉണ്ടാകില്ല. ക്യൂ ഡോട്ട് ഉണ്ടാകും, ക്യൂ ഉണ്ടാകില്ല. ലഗ്രാഞ്ചിൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ടി. ദെൻ കറസ്പോണ്ടിങ് PQ ഈസ് കൺസർവ്ഡ്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. ഒന്നുകൂടെ ഞാൻ ആ പോയിന്റ് ക്ലിയർ ആക്കി തരാം, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുക ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് ആണ്. ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ മാത്രം എഴുതിയെടുക്കുക. ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ്. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കുക, ഒരു ലഗ്രാഞ്ചിയൻ തരും, അതിന്റെ കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ എന്താന്ന് ചോദിക്കും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, H ഈക്വൽ ടു സമ്മേഷൻ ഓവർ I QI ഡോട്ട് PI മൈനസ് L. ഒരു ലഗ്രാഞ്ചിയൻ തന്നാൽ കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ H ഈക്വൽ ടു സമ്മേഷൻ ഓവർ I QI ഡോട്ട് PI മൈനസ് L. ഇനി ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. QI dot equal to dou H by dou PI. PI dot equal to minus dou H by dou QI. Dou H by dou T equal to minus dou L by dou T. ഇതാണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലഗ്രാഞ്ചും തന്നേക്കുവാണ് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് ഇസഡ് ഡോട്ട് സ്ക്വയർ മൈനസ് വി. ഹാമിൽട്ടോണിയൻ കണ്ടെത്തണം കറസ്പോണ്ടിങ്. നമുക്ക് ഇക്വേഷൻ അറിയാം, H ഈക്വൽ ടു സമ്മേഷൻ ഓവർ I QI ഡോട്ട് PI മൈനസ് L. മൊമെന്റ് എങ്ങനെയാ കണ്ടെത്തുക? ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ടെങ്കിൽ Px ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞാണത്. mx ഡോട്ട് കിട്ടും. Py ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് my ഡോട്ട് കിട്ടും. Pz ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ z ഡോട്ട് ഈക്വൽ ടു mz ഡോട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂ ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇതിൽ നിന്ന് എക്സ് ഡോട്ട് എന്ത് കിട്ടും? എക്സ് ഡോട്ട് ഈക്വൽ ടു PX ബൈ M. അല്ലെങ്കിൽ പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പി നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കുന്നു. അത് നിങ്ങളുടെ എളുപ്പവും, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് വൈ ഡോട്ട് എക്സ് ഡോട്ടിനും വൈ ഡോട്ടിനും ചെയ്യാം. അത് നിങ്ങളുടെ എളുപ്പം അനുസരിച്ചൊക്കെ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ക്യൂ ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, അല്ലെങ്കിൽ പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹാമിൽട്ടോണിയൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി ആണ്. ഹാമിൽട്ടോണിയൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ആൻഡ് പി ആൻഡ് ടി. ഏറ്റവും അവസാനം അതിൽ എല്ലാം പിയിലേക്ക് മാറ്റണം. നമുക്കൊരു ലഗ്രാഞ്ചിയൻ തരും, കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കും. മൊമെന്റത്തിന്റെ ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. P ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട്.
പി എക്സ് കിട്ടും, പി വൈ കിട്ടും, പി സെഡ് കിട്ടും. ഞാൻ അതിൽ നിന്ന് എക്സ് ഡോട്ടും വൈ ഡോട്ടും ഇസഡ് ഡോട്ടും എഴുതുക. ദെൻ നമ്മുടെ ഹാമിൽട്ടൺസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. H equal to summation over I Qi dot Pi minus L. Qi dot equal to അല്ല അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതാണ്. ഈക്വൽ ടു എക്സ് ഡോട്ട് പി എക്സ് പ്ലസ് y dot py plus z dot pz minus l. x dot ന് എന്ത് കൊടുക്കാം? px by m into px plus py by m into py plus pz by m into pz minus l equal to px square by m plus py square by m plus pz square by m minus l എന്ത് കിട്ടും? ഹാഫ് m x dot square plus y dot square plus z dot square plus v. ഇനി എന്ത് ചെയ്യണം? ഈ x ഡോട്ടിന് y ഡോട്ടിന് z ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. equal to px square by m plus py square by m plus pz square by m. x ഡോട്ടിനും y ഡോട്ടിനും z ഡോട്ടിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. x ഡോട്ട് ഈക്വൽ ടു px by m, y ഡോട്ട് ഈക്വൽ ടു py by m, z ഡോട്ട് ഈക്വൽ ടു pz by m. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ മൈനസ് px സ്ക്വയർ ബൈ 2m മൈനസ് py സ്ക്വയർ ബൈ 2m മൈനസ് pz സ്ക്വയർ ബൈ 2m പ്ലസ് v. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? px സ്ക്വയർ ബൈ m മൈനസ് px സ്ക്വയർ ബൈ m ഈക്വൽ ടു px സ്ക്വയർ ബൈ 2m പ്ലസ് py സ്ക്വയർ ബൈ 2m പ്ലസ് pz സ്ക്വയർ ബൈ 2m പ്ലസ് v. ഇതാണ് ഉത്തരം. ആ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. നമ്മൾക്ക് ആദ്യം ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയനിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. സമ്മേഷൻ ഓവർ i qi ഡോട്ട് pi മൈനസ് l. ദെൻ എന്ത് സംഭവിക്കുന്നു? നമ്മൾ അത് കഴിഞ്ഞിട്ട് ജനറലൈസ്ഡ് മൊമെന്റും കണ്ടുപിടിക്കും. px py pz. അതിൽ നിന്ന് എക്സ് ഡോട്ടും വൈ ഡോട്ടും ഇസഡ് ഡോട്ടും കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഹാമിൽട്ടൺസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവസാനം ഫൈനൽ ആൻസർ ആയി. നമുക്ക് ഇവിടെ ലഗ്രാഞ്ചിലെ എക്സ് ഡോട്ടും വൈ ഡോട്ടും ഇസഡ് ഡോട്ടും കൺവേർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഹാമിൽട്ടോണിയൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് എന്തായാലും ക്യൂ പി ടി ടേംസിലായിരിക്കും. പിയുടെ വേരിയബിൾ ആക്കി എഴുതണം. ക്യൂ ഡോട്ടിനെ കൺവേർട്ട് പിയിലേക്ക് മാറ്റി എഴുതണം. അടുത്തൊരു ക്വസ്റ്റ്യൻ. സർ, ഈ ഹാമിൽട്ടോണിയന്റെ ഇക്വേഷൻ പറഞ്ഞല്ലേ, പി ഐ ക്യു ഐ ഡോട്ട് സമ്മേഷൻ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എൽ എന്ന് പറഞ്ഞത്, അതിൽ ആ സമ്മേഷന് പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എല്ലിന് ഒന്നായിട്ടുള്ള സമ്മേഷൻ അല്ലേ, അതോ പി ഐ ക്യു ഐ ഡോട്ട്? ഇതിന് മാത്രമേ ഉള്ളൂ. ഓക്കെ. h equal to summation over I pi qi pi qi dot minus l. എല്ലിന് ഇല്ല കേട്ടോ, ഇതിന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതും കൂടെ ചെയ്യാം. ഇതൊന്ന് ചെയ്തേ.
ഷഹീർ ഒന്ന് വരുമോ? ഷഹീർ, എച്ചിന്റെ ഇക്വേഷൻ എന്താ? എച്ച് സമ്മേഷൻ ഐ ആ ക്യു ഐ ഡോട്ട് ആ പി ഐ മൈനസ് എൽ. QI dot PI minus L. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റം കണ്ടെത്തണം അല്ലേ? അപ്പം പി ആർ ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് എന്ത് കിട്ടും? എം ആർ ഡോട്ട് കിട്ടും. ഈക്വൽ ടു എം ആർ ഡോട്ട്. ആർ ഡോട്ട് ഈക്വൽ ടു പി ആർ ബൈ എം എന്ന് കൊടുക്കാം. ദെൻ പി തീറ്റ ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ആർ എന്ന് കിട്ടും. ഇപ്പൊ എന്ത് കിട്ടും? എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. അപ്പോൾ തീറ്റ ഡോട്ട് ഈക്വൽ ടു പി തീറ്റ ബൈ എം ആർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എച്ച് ഈക്വൽ ടു ആർ ഡോട്ട് പി ആർ പ്ലസ് തീറ്റ ഡോട്ട് പി തീറ്റ മൈനസ് എൽ. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ പി ആർ ബൈ എം ഇൻറ്റു പി ആർ പ്ലസ് തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ പി തീറ്റ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ പി തീറ്റ മൈനസ് ഹാഫ് എം ഇൻറ്റു, ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്, പി ആർ സ്ക്വയർ ബൈ എം സ്ക്വയർ മൈനസ് എം ബൈ ടു ഇൻറ്റു ആർ സ്ക്വയർ പി തീറ്റ സ്ക്വയർ ബൈ എം സ്ക്വയർ ആർ പവർ 4 പ്ലസ് വി. ഈ ടേം കുറയ്ക്കുമ്പോൾ എമ്മും ഇതും പോകും, ഇവിടെ ഇത് പോകും, ഇവിടെ സ്ക്വയർ വരും. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഉത്തരം ഇങ്ങനെ കിട്ടും: പി ആർ സ്ക്വയർ ബൈ 2m പ്ലസ് പി തീറ്റ സ്ക്വയർ ബൈ 2mr സ്ക്വയർ പ്ലസ് വി. ഇങ്ങനെയാണ് കിട്ടുക. ഷഹീർ അങ്ങോട്ട് എത്തുന്നുള്ളൂ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എത്ര പേരുണ്ടാകും എന്നൊന്നും അറിയോ? ക്ലാസ് എന്ന് പറഞ്ഞാല് പുതിയ ടോപ്പിക് ഒന്നും ചെയ്യില്ല, നമുക്ക് ലഗ്രാഞ്ചിന്റെ കുറെ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്യാം. അത് നിങ്ങൾ എത്ര പേരുണ്ടാകും എന്നൊരു ഉറപ്പ് തന്നാലേ 5 മണിക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കാം, അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് മറുപടി തന്നാൽ മതി. ഇങ്ങനെയാണോ ഉത്തരം കിട്ടുക? പക്ഷേ ഇങ്ങനെയാണോ? ഓക്കെ, അത് മതി. പിന്നെ ഇത്രയേ ക്ലാസ് ഉള്ളൂ. അപ്പം 5 മണിയുടെ കാര്യം മറക്കണ്ട, ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങൾ വരികയാണെങ്കിൽ ഗ്രൂപ്പിൽ പറയണം. ഇങ്ങനെ നിങ്ങൾ ഒരു 10 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം. പുതിയ ടോപ്പിക് ഒന്നും എടുക്കില്ല, ലഗ്രാഞ്ചിന്റെ കുറെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ല, ലീവ് ചെയ്തോ. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കാം. സർ, ചോദിച്ചോ. ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിന്റെ പേജ് ഒന്ന് എടുക്കുമോ? പിന്നെ ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ. സാർ, ഈ ലഗ്രാഞ്ചിന് ഫംഗ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി ഇല്ലേ, അത് ടി എങ്ങനെ അതിൽ വരുന്നത്? ഡി ബൈ ഡി ടി വരുന്നോണ്ടാണോ? അത് ചില പ്രോബ്ലത്തിൽ ടി വരും, പൊട്ടൻഷ്യൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് തരാറുണ്ട്.
നമ്മൾ ജനറൽ ആയിട്ട് പറയാ ലഗ്രാഞ്ചിയൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ക്യൂ ഡോട്ട് ടി എന്നാ. ടി എല്ലാ പ്രോബ്ലത്തിലും വരണമെന്നൊന്നുമില്ല. ചില പ്രോബ്ലത്തിൽ നമുക്ക് പൊട്ടൻഷ്യൽ ടിയുടെ ഫംഗ്ഷൻ ആക്കി തരും. ഹാമിൽട്ടോണിയൻ ഒന്ന് പറയും, കാണിച്ചു തരൂ. ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് ഇതാണോ? അതിന് മുമ്പത്തെ ഒരു പേജില്ലേ? ഇതാ ഏതാ? ഇതാ സ്റ്റാർട്ട് ചെയ്ത ഹാമിൽട്ടോണിയൻ. അതെ. ഇതിലെന്താ ഇതില് ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിൽ നമുക്ക് ചോദ്യം വരിക, ലഗ്രാഞ്ചിയൻ തരും, എന്നിട്ട് ഹാമിൽട്ടോണിയൻ എഴുതാൻ പറയും. അതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. H ഈക്വൽ ടു സമ്മേഷൻ ഓവർ I QI ഡോട്ട് PI മൈനസ് L. QI ഡോട്ട് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് വെലോസിറ്റി, PI എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് മൊമെന്റം മൈനസ് L. ഇത് ചെയ്താൽ മതി. നമ്മൾ മൊമെന്റം QI ഡോട്ടോ PIയോ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം കിട്ടും. പിന്നെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ 3 എണ്ണം ഉണ്ട്. നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതില്ലേ, അതേപോലെ തന്നെ അതിൽ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ നമുക്ക് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ, d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ജെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. ഇവിടെ അങ്ങനെയല്ല, 3 എണ്ണം ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തില്ലേ, അതില് 3 ഹാമിൽട്ടോണിയൻ കിട്ടുമ്പോ ഇല്ല, സമ്മേഷൻ ആണല്ലേ? ആ മുമ്പത്തെ പേജ് ഒന്നും കൂടി ഒന്ന് എടുക്കി. ഹാമിൽട്ടോണിയന്റെ ഞാൻ അവിടെ സമ്മേഷൻ ഇട്ടിട്ടില്ലേ? ആയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, താങ്ക്സ്. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ?